ഹായ് നമസ്കാരം, ഗ്യാമ്പിറ്റാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടോ, ഈ പൂ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ പിള്ളേർ ആർക്കെങ്കിലും അറിയോ? നമ്മുടെ ഏപ്രിൽ മാസം മാത്രം പൂക്കുന്നൊരു പൂവായിരുന്നു. പണ്ട് ചെറുപ്പത്തിൽ നമ്മളെല്ലാം ഈ പൂ വെച്ചായിരുന്നു കളിക്കുന്നതും കഞ്ഞിയും കറിയൊക്കെ വെക്കുന്നതും കുറേ പരിപാടിയൊക്കെ ചെയ്തൊരു പൂവാണ്. നൊസ്റ്റാൾജിക്ക് പൂവാണ്. ഏപ്രിൽ മാസം മാത്രമേ ഇത് പൂക്കത്തുള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കഥ പറഞ്ഞ് നമുക്കിത് തുടങ്ങാം. കഥയല്ല, നമ്മുടെ റിയൽ ലൈഫ് നടന്നൊരു സംഭവം പറഞ്ഞു തുടങ്ങാം. വേറൊന്നുമല്ല, പണ്ട് നമ്മുടെ അവധിയൊക്കെ ആകുമ്പോഴത്തേന് ഇവിടെ എല്ലാം നമ്മളെ ഈ പറമ്പ്, തൊട്ട് താഴത്തെ പറമ്പല്ല, നല്ല മരങ്ങളും കവുങ്ങ്, തെങ്ങ്, പിന്നെ ആഞ്ഞിലി, പ്ലാവ്, മാവ്, അങ്ങനെയെല്ലാം കുറേ വൃക്ഷങ്ങളെല്ലാം നിന്നൊരു സ്ഥലമാണ് നമ്മുടെ പറമ്പെന്ന് പറയുമ്പോൾ. അവിടെ എല്ലാം കയറി മാങ്ങ പറിക്കുകയും പിന്നെ ചക്ക പറിക്കുകയും അങ്ങനെ കുറേ കാര്യങ്ങളായിരുന്നു പണ്ട്. സാറ്റ് കളിക്കുമ്പോൾ മരത്തിൻ്റെ പുറകെ ഓടിക്കുക, അല്ലെങ്കിൽ അങ്ങനെ കളിക്കുക. ഇവിടെ എന്ന് പറയുമ്പോൾ തണൽ നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു തണൽ പോയിട്ടൊരു മരം പോലും ഇല്ല. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫുള്ള് വെയിൽ, നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. അല്ലെ വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ, പണ്ട് വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് തണൽ കൊണ്ട് പുറത്തിരിക്കാം, വെളിയിലിരിക്കാം, അങ്ങനെ ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉച്ചിയിൽ വെയിലടിക്കുന്നൊരവസ്ഥയാണ് നമുക്ക് വന്നിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മരങ്ങളെല്ലാം വെട്ടിയെന്ന് പറഞ്ഞാൽ വീട്ടുകാർ തന്നെ വെട്ടി. ഓരോ ആവശ്യത്തിന് വേണ്ടി വെട്ടുക, അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി വെട്ടുക, അങ്ങനെല്ലാം കളഞ്ഞു, എല്ലാം തീർന്നു. അന്നെന്ന് പറയുമ്പോൾ നമുക്ക് കളിക്കാൻ തന്നെ സ്ഥലവും രസമായിരുന്നു താഴോട്ട് ഇറങ്ങാൻ വേണ്ടി, നമ്മുടെ തൊട്ട് താഴത്തെ പറമ്പിൽ ഇറങ്ങാൻ വേണ്ടി. ഇപ്പം അങ്ങനെ അവസ്ഥയില്ല. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണം. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇനിയും ഇവിടെ എല്ലാം എന്നെക്കൊണ്ട് കഴിയാവുന്നത്ര ഞാൻ മരം നടും. ഇപ്പം 100 ആയാലും 1000 ആയാലും 10,000 ആയാലും ഞാനിവിടെ മരം നടും. ഇവിടെ എല്ലാം തണലാക്കും. ആ പഴയ രീതിയാണ്. എനിക്കത് ഭയങ്കര വാശിയാണ്. എത്ര മരം നടണം, ആ പഴയതുപോലെ ആവണമെന്ന്. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു സ്റ്റാർട്ടിങ് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ നല്ല, നേരത്തെ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. 4 മരം നട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ സ്റ്റാർട്ടിങ്. ഇനി അങ്ങോട്ട് കുറേ മരങ്ങളും ഒക്കെ നടന്നൊരു വീഡിയോ ആയിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ട, ഇവിടുന്ന് കിട്ടിയത് ആകെ ഇനി ഒരു മാവുണ്ട്. ഇതിൻ്റെ തൈയൊക്കെ വെച്ച് നമ്മളിവിടെ എല്ലാം നടും, ഇഷ്ടം പോലെ, അടുത്ത തലമുറയ്ക്ക് വേണ്ടി. അവരെങ്കിലും ഇത് എൻജോയ് ചെയ്യണം. അതിനുവേണ്ടി ഇന്ന് ബാക്കി വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. കാണാൻ പറ്റി. ഇതാണ് നമ്മുടെ പറമ്പ്. പണ്ട് ഇവിടെ ആയിരുന്നു ഫുള്ള് മരവും കാര്യങ്ങളെല്ലാം നിന്നൊരു സ്ഥലം. അപ്പോൾ നോക്കി, ഒരു മരം പോയിട്ട് ഒരു തേങ്ങ പോലും അവിടെ ഇല്ല. 2-3 മരങ്ങളുണ്ട്, അത് തെങ്ങാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം നമ്മൾ നടും. ഇവിടെ മൊത്തം പഴയതുപോലെ തണലാക്കും ഞാൻ. 100 ആയാലും 1000 ആയാലും എത്ര ആണെങ്കിലും മരം ഞാനിവിടെ നടും. അതായിരിക്കും ഇനി നമ്മുടെ തുടർന്നുള്ള വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 2 കുഞ്ഞൻ പേരത്തായി നടുന്ന വീഡിയോ ആണ്. മരം ഇന്ന് നമുക്ക് കിട്ടിയത് നമ്മൾ അയൽപക്കത്ത് നിന്നൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന 2 കുഞ്ഞൻ പേരത്തായി. അപ്പോൾ ഇമാരെ ഇന്ന് നമുക്ക് നടണം. വരും ദിവസങ്ങളിൽ നമുക്ക് വേറെ മരമൊക്കെ നടാം. അപ്പോൾ ഇത് ഇന്ന് ഇമാരെ നടുക, അതിൻ്റെ വീഡിയോ. ഇവിടെ നമുക്ക് സെറ്റ് ഇവന്മാരെ നമുക്ക് അവിടെ കൊണ്ട് നടാം. പറ്റും. രണ്ടുപേരെ നമ്മൾ അപ്പുറം ഇപ്പുറമായിട്ട് നട്ടു വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് അവനെ സെറ്റ് ചെയ്യാം. ബടി ഇതുകൊണ്ടത്. അപ്പം ഇവിടെയാണ് 2 പേരെ നട്ടേക്കുന്നത്. ഒന്ന് ഇവനും ഒന്ന് ദൊദ്ദവനും. ഇവർക്ക് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുത്തേക്കാം. നമ്മൾ ഓരോ വൃക്ഷവും എന്ന് നടണമെന്നാണ് അതിൻ്റെ ഒരിത്. ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ഓരോ മരം നടുന്ന വീഡിയോ ആയിരിക്കും. 100 days of 1000 trees എന്നുള്ള ഒരു കൺസെപ്റ്റാണ് എൻ്റെ. 1000 മരം. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും പുറത്താണെങ്കിലും നിങ്ങൾക്കും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. നിങ്ങൾക്ക് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കേണ്ട നമ്മുടെ അവകാശമല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമ്മളിപ്പോൾ 2 മരം നട്ടു. ടോട്ടൽ ഇപ്പം 6 മരമായിട്ടുണ്ട്. അമ്മരെല്ലാം ഞാൻ ഓരോ വീഡിയോയും ചെയ്ത് കാണിക്കുന്നതാണ്. ഇനി ഇരട്ടിക്കും. 100 ദിവസത്തിനുള്ളിൽ നമ്മൾ 1000 മരം നടുന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മുടെ. അതെന്തായാലും ഞാൻ ഉറപ്പായിട്ടും അത് ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ടാറ്റ, ബൈ.